എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണും. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചുമില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടിട്ട് എന്നെ വെറുതെ വിട്ടേക്ക്. അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. രേണു സുധിയുടെ ഒരു വീഡിയോ കണ്ടു. സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. സ്വന്തം മകനോട് പറയാണ്, ഞാൻ മരണപ്പെട്ടാൽ പോലും നീ എന്നെ കാണാൻ വരരുത്, എനിക്ക് ക്യാൻസർ ആണ്, നീ എൻ്റെ ശവം പോലും കാണാൻ വരരുത്. സ്വന്തം മകൻ കിച്ചുവിനെതിരെയാണ് രേണു സുധി വളരെ പൊട്ടിത്തെറിച്ചുകൊണ്ടും മകനെ ശപിക്കുന്ന പോലെയൊക്കെയാണ് ആ വീഡിയോ. അപ്പോൾ എന്താ സംഗതി എന്ന് വെച്ചാൽ, കിച്ചുവിൻ്റെ ഒരു വീഡിയോ പുറത്ത് വന്നു. കിച്ചു രേണു സുധി എന്ന അമ്മയെക്കുറിച്ച് പറഞ്ഞത്, അമ്മ യൂട്യൂബിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാമെന്നൊരു ഒരു പരിപാടിയുണ്ട്. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ വളരെ മോശം രീതിയിലാണ് ഈ അമ്മ എടുത്തത്. അപ്പം അന്ന് ഞാൻ അമ്മയോട് പറഞ്ഞതാണത് വേണ്ടത്. അങ്ങനെ ഈ ക്യാൻസർ പിടിച്ച് സുഖമില്ലാതെ കിടക്കുന്ന രേണു സുധിക്കെതിരെയാണ് മകൻ കിച്ചു ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ എല്ലാ മാധ്യമങ്ങളിലും വാർത്തയായപ്പോൾ അതിനെതിരെയാണ് രേണു സുധിയുടെ ഈ പ്രതികരണം. രേണു സുധി ക്യാൻസർ പിടിച്ച് മുടിയൊക്കെ മുറിച്ച് സൗന്ദര്യങ്ങളൊക്കെ പോയിട്ട് വളരെ വലിയ വിഷമത്തിലാണ്. അവിടെ കിടന്നുകൊണ്ടാണ് ആ മകൻക്കെതിരെ എന്നെ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരരുത് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ. ഈ മകനും അമ്മയും തമ്മിലൊരു പ്രശ്നമാണ് അതിൻ്റെ ഉള്ളിലുള്ളൊരു വിഷയം. സത്യം പറഞ്ഞാൽ ഇപ്പം ഈ ഒരു സമയത്ത് രേണു സുധി മെൻ്റലി വളരെ ആശ്വാസമായിട്ട് നിൽക്കേണ്ട ഒരു സമയമാണ്. വളരെ മനസ്സമാധാനം കിട്ടേണ്ടുന്നൊരു സമയമാണ്. ആ സമയത്താണ് മകൻ കിച്ചു അമ്മക്കെതിരെ വീഡിയോ ചെയ്യുന്നത്, പഴയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. അന്ന് ആ സബ്സ്ക്രിപ്ഷൻ എടുത്ത് വളരെ മോശമാണ്. സ്വന്തം മകൻ റിതപ്പൻ തന്നെ വലുതായി കഴിഞ്ഞാൽ അമ്മയുടെ ഈ തോന്നിവാസങ്ങൾ കാണില്ലേ, മറ്റുള്ളവരുടെ മുന്നിൽ എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മകൻ, ഈ ഒരു രേണു സുധിയുടെ ഭർത്താവിൻ്റെ മകനായ കിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പം അതിൽ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് രേണു സുധി പറയുന്നത്, എൻ്റെ ശവം പോലും നീ കാണാൻ വരുന്നത്, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ ഞാൻ വെളിവാക്കും. മാസമായി ക്യാൻസർ ബാധിതയായിട്ട്, അതായത് എല്ലാവരും അറിഞ്ഞിട്ട് ക്യാൻസർ ആണ് അറിഞ്ഞിട്ട് ചികിത്സ തുടങ്ങി ഞാൻ കിടപ്പാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഈ ഐസിയുലൊക്കെ ആയിരുന്നു വന്നാൽ വയ്യാതെ കിടന്നു. ഒരു മാസമായിട്ട് എനിക്ക് സബ്സ്ക്രിപ്ഷനോ ഒന്നുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നെ കുറ്റപ്പെടുത്തിയവർ പോലും അവർ ക്ഷമ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, കാരണം ക്യാൻസർ എന്ന് പറയുന്ന രോഗം അങ്ങനെയാണ്. അപ്പം ആ സമയത്ത് ഈ ഇത്രയും നാളുമായിട്ട് മിണ്ടാതിരുന്ന കിച്ചു എന്ന രാഹുൽ ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് ഇറങ്ങിയിരിക്കുന്നു. സബ്സ്ക്രിപ്ഷൻ കൊണ്ടാണ് അമ്മയെ വെറുത്തുന്നോ എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ എന്ത് തുടങ്ങിയാലും, കിച്ചുവിനെ പരിചയപ്പെട്ടതിനെ തുടർന്ന്, എന്ത് സുചേട്ടൻ മരിച്ചതിനെ തുടർന്ന് എന്ത് തുടങ്ങിയാലും ഞാനത് കിച്ചുവിനെ അറിയിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. തെളിവുണ്ട് എൻ്റെ കയ്യിൽ, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു എന്തായാലും എന്റെ ചാറ്റ് പുറത്ത് വിട്ടല്ലോ, അപ്പൊ പിന്നെ എനിക്ക് പറയണമല്ലോ, പറയേണ്ട കാര്യങ്ങൾ എനിക്ക് പറയണം. ഞാൻ കിച്ചുവിനോട് പറഞ്ഞ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രമേ ഞാൻ കാണിക്കുള്ളൂ. കാരണം എന്നെ പറ്റി അതാണല്ലോ പറഞ്ഞത്, സബ്സ്ക്രിപ്ഷൻ ആണല്ലോ ഇപ്പം മെയിൻ പ്രശ്നമായിട്ട് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ ആ സബ്സ്ക്രിപ്ഷന്റെ ചാറ്റ് മാത്രം ഞാൻ കാണിക്കാം. ഓക്കെ, ഞാൻ കിച്ചുവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ കാണിക്കാം. കിച്ചു സൺ, ഞാൻ സബ്സ്ക്രിപ്ഷൻ തുടങ്ങി. അപ്പൊ ഒരു സ്മൈലിയുടെ ചിഹ്നം ഇട്ടപ്പോ കിച്ചു ആഹാ. അപ്പൊ ഞാൻ 500 സബ് കഴിഞ്ഞു കേട്ടോ. ആ തുടങ്ങി അന്നാണെന്ന് നിങ്ങൾ ഓർത്തോണം. എന്റെ തുടങ്ങി അന്ന് 500 സബ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ കിച്ചു എന്താ എന്നോട് പറഞ്ഞ മറുപടി, നിങ്ങൾ മേലെ ഇത് ചെയ്യരുതെന്നല്ല പറഞ്ഞത്, നിങ്ങൾ ഇനി ഇത് ഒരിക്കലും ചെയ്യരുതെന്ന് കിച്ചു അന്ന് എന്നോട് പറയുമായിരുന്നെങ്കിൽ, മോനെ കിച്ചു അമ്മ സബ്സ്ക്രിപ്ഷൻ തുടങ്ങത്തില്ല. പക്ഷെ മോൻ എന്നാ പറഞ്ഞെന്നറിയോ, ഗുഡെന്ന്. അതിനുശേഷം ഞാൻ പറഞ്ഞ 600 കഴിഞ്ഞു, 150 രൂപയാണ്. അപ്പൊ കിച്ചു പറയാ 150. നിങ്ങൾ കണ്ടോ ചാറ്റ് കണ്ടോ? നിങ്ങൾ ചാറ്റ് കാണും. കിച്ചു സൺ ഫുള്ള് കാണാവോ ചാറ്റ്? ഇതാണ് എന്റെ ചാറ്റ് കാണിച്ചുകൊണ്ടാണ് ഞാനിത് പുറത്ത് വിട്ടത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വിടത്തില്ലായിരുന്നു മോനെ. വേണ്ട കിച്ചു ഞാൻ തമ്മിലുള്ള ചാറ്റാണ്, സബ്സ്ക്രിപ്ഷന്റെ കാര്യമാണ്. അപ്പൊ എന്റെ കുഞ്ഞു മോനെ കിച്ചു, നീ സമ്മതിച്ചുകൊണ്ടാണ് അമ്മ ഇത് ചെയ്തത്. പിന്നെ നാക്കിന്റെ വീഡിയോ നിങ്ങൾക്കറിയാം, ലൈവ് വീഡിയോ വന്നപ്പം കിച്ചു എന്നോട് സംസാരിച്ചു. അപ്പോഴാണ് കിച്ചു എന്നോട് ഇത് സംസാരിക്കുന്നത്. അത്രയും നാളുമായിട്ട് കിച്ചു എന്നോട് ഇത് സംസാരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സംസാരിച്ചപ്പം ഞാൻ എന്താ പറഞ്ഞത്, കിച്ചു എത്രയോ പേര് ഓരോന്ന് ചെയ്യുന്നു, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ എനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ കിച്ചു, 2.5 ലക്ഷം രൂപ കിട്ടുന്നുണ്ടല്ലോ, അന്നത്തെ കാര്യം കേട്ടോ, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ കിച്ചു. അതാണ് ഞാൻ ആ പറഞ്ഞ കാര്യം. അത് കിച്ചു പുറത്തു വിടേണ്ട കാര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ അമ്മ ഈ ചാറ്റ് പുറത്തു വിട്ടത്. പിന്നെ കിച്ചു മോനെ, നിങ്ങൾ എന്നെ പറ്റി കുറ്റം പറയണ ഇനിയിപ്പോ ഒരുപാട് വ്ളോഗേഴ്സ്, പിന്നെ കിച്ചുവിനെ ഇപ്പം നിയന്ത്രിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്ന് എനിക്കറിയാം. അവർക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയാതെ എന്റെ മെക്കെട്ട് കയറാൻ വരരുത്. ഇനിയെങ്കിലും എന്നെ വെറുതെ വിടുക. ഞാൻ ക്യാൻസർ രോഗമായിട്ട് ഞാൻ മല്ലിടുവാണ്. എനിക്ക് എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട് ജീവിച്ചേ പറ്റത്തുള്ളൂ. എന്നെ വെറുതെ വിടും കിച്ചു എന്നെ വെറുതെ വിടും. പിന്നെ നമുക്ക് രണ്ടുപേർക്കും അറിയുന്ന പല കാര്യങ്ങളുണ്ട് അല്ലെ കിച്ചു, ഫ്യൂച്ചർ വരെ ബാധിക്കുന്ന കാര്യങ്ങളുണ്ട്. സോ അതെന്നെ കൊണ്ട് പറയിപ്പിക്കരുത് കിച്ചു. എന്റെ കുഞ്ഞ് നിന്നെ ചേട്ടനായിട്ട് കണ്ടുപോയി. ഇനിയെങ്കിലും എന്നെ ഇനി അമ്മയെന്ന് വിളിച്ചില്ലേന്ന് കുഴപ്പമില്ല, എന്നെ ഇനി ഉപദ്രവിക്കാൻ വിടുക. ഞാൻ നിന്നെ ദ്രോഹിക്കാൻ വരുന്നില്ല, എന്നെ ഉപദ്രവിക്കാൻ വിടുക. ഞാൻ ഒരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞാൻ നിന്റെ കാല് പിടിച്ച് ഞാൻ അമ്മ പറയാം, എന്റെ നെഞ്ചത്ത് അടിക്കാൻ പറ്റത്തില്ല, ടിപ്പ് ലൈൻ കിടക്കുന്നുണ്ട്, ഞാൻ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. ഞാൻ കാല് പിടിച്ച് പറയുക, എന്നെ ഇനി നാക്കിട്ട് എന്നെ ഇനി കുത്തി ഇനി എന്നെ സംസാരിപ്പിക്കുക. എനിക്ക് വയ്യ. ഇനി എന്റെ പേരെടുത്തിടരുത്. എനിക്ക് ഗുണം ചെയ്തില്ലേലും എന്നെ ദ്രോഹിക്കാതിരിക്കുക. എന്റെ കുഞ്ഞിനെ ഓർത്തിട്ട് ഇതിനകത്ത് എഴുന്നേറ്റ് വന്നേ പറ്റത്തുള്ളൂ, എന്റെ ഹൃദയത്തിന് വേണ്ടിയിട്ട്. നിനക്ക് 11 വയസ്സിലെ സുധിച്ചേട്ടൻ അന്ന് ശ്വാസത്തിൽ വെച്ച് എന്നെ ഹേപ്പിച്ചപ്പോൾ ആരുമില്ലായിരുന്നു മോനൊരു പ്രാവശ്യം അച്ഛനോട് വഴക്ക് പിടിച്ച് കൊല്ലത്ത് പോട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് ഓർക്കുന്നുണ്ടോ? അന്ന് അവരെന്തുവാ പറഞ്ഞ മോനെ?
ഇങ്ങോട്ട് വരണ്ട, അവിടെ അച്ഛൻ്റെ അമ്മയുടെ കൂടെ നിന്നാൽ മതി. ഇതൊക്കെ മോനെ എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ മോൻ അതൊന്നും ഓർമ്മ കാണത്തില്ല. 40 ഘട്ടങ്ങൾ പോലും ഞാനുമില്ലായിരുന്നു. ഈ അമ്മയും നീ കുറ്റം പറഞ്ഞ നിന്റെ അളിയനും ചേച്ചിയൊക്കെ ഉള്ളായിരുന്നു. ഓരോ കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി ഇറങ്ങി ഞാനായിരുന്നു. വേറെ ആരും ഇപ്പൊ നിന്നെ ഈ കൊണ്ടു നടക്കുന്നവർ ആരും ഇല്ലാത്തല്ലോ ഒന്നും. ഇനി എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇനി ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ഇനി എന്നെ വെറുതെ വിടുക. ഇത് നിന്നെ പറ്റിയുള്ള എന്റെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഇതൊക്കെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം. നിന്നെ പറ്റി, ഈ രാഹുൽ ദാസിനെ പറ്റി അല്ലെങ്കിൽ കിച്ചുവിനെ പറ്റിയുള്ള ലാസ്റ്റ് വീഡിയോ ആയിരിക്കണം ഇതിന്റെ. ഇനി എന്നെ കൊണ്ട് വീഡിയോ എടുപ്പിക്കരുത് കിച്ചു. എനിക്ക് വയ്യ. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്. ഒരു ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരാളുടെ മനസ്സ് എത്രത്തോളം വേദനിക്കുന്നുണ്ടോ നിങ്ങൾക്കറിയാം. ഡോക്ടേഴ്സ് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്റെ മനസ്സിനെ വേദനിപ്പിക്കരുതെന്നാണ് ചേച്ചിയോടൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല എന്റെ അസുഖം. നിങ്ങൾ ഓർത്ത ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, അതല്ല എന്റെ അസുഖം. നിങ്ങൾക്ക് എന്റെ സ്റ്റേജും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല. ഡോക്ടേഴ്സ് എത്ര ശതമാനമാണ് എന്നെ രക്ഷിച്ചെടുക്കാനുള്ള ചാൻസ് പോലും നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല. അറിയാതാണ് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ കിടന്ന് എന്നെ കുറ്റപ്പെടുത്തുന്നത്. എനിക്ക് ഒരു സ്നേഹവും എനിക്ക് തരണ്ട. എന്നെ വന്ന് കാണണ്ട. ആരുടെ വിഷമം തീർക്കാൻ എന്നെ വന്ന് കാണാം. ഇന്ന് വരെ കണ്ടുമില്ല, വിളിച്ചില്ല, മിണ്ടിയില്ലല്ലോ. വേണ്ട, ഇനി ഇത് വേണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. ഈ ഉള്ളവളെ വെറുതെ വിട്ടേക്ക്. ഞാൻ ചത്താലും എന്റെ ശവം പോലും നിങ്ങൾ ആരും വന്ന് കണ്ട് എന്നെ ഒരു റീത്ത് പോലും ആരും സമർപ്പിക്കണ്ട. എന്നെ വെറുതെ വിട്ടേക്ക്. എന്നെ വെറുതെ വിട്ടേക്ക്. എന്റെ കൊച്ചിന് വേണ്ടി തന്നെ വെറുതെ വിട്ടേക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. നമ്മൾ എന്താണ് പ്രവർത്തിക്കുന്നത് അതേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ രേണുസുതിയുടെ ഭാഗത്ത് ഞാൻ മനസ്സിലാക്കേണ്ടത്, കിച്ചു ഈ അമ്മ രേണുസുതി ഇങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു സമയത്ത് ഈ വീഡിയോ ഇടേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പല അഭിപ്രായമുള്ള ആളുകളുണ്ടാവും. എന്ത് വന്നാലും ശരി, അവർ അങ്ങനെ സുഖമില്ലാതെ കിടക്കുന്ന ഒരു സാഹചര്യമാണ്, ക്യാൻസറാണ്. പക്ഷേ ആ ഒരു സമയത്ത് അവർ മുമ്പ് സബ്സ്ക്രിപ്ഷൻ എടുത്തത് ഈ രീതിയിലുള്ളൊരു മോശം രീതിയിലാണ് എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും അതവരെ ബാധിക്കും. അല്ലെങ്കിൽ തന്നെ രേണുസുതിയുടെ വീഡിയോക്ക് താഴെ ഒരുപാട് പേര് തെറി പറയണം. അവരെ പഴയ തോന്നിവാസങ്ങളും പഴയ രീതികളൊക്കെ പറഞ്ഞിട്ട് എന്താ അതിൻ്റെ ആവശ്യമില്ല. അവർ സുഖമില്ലാതെ കിടക്കുമ്പോൾ നമുക്ക് അവരോട് സപ്പോർട്ട് ചെയ്യാൻ പറ്റൂല്ലെങ്കിൽ മിണ്ടാതിരുന്നാൽ മതി. ഇത് മനസ്സിലാക്കാതെ ഈ രേണുസുതി എന്ത് ചെയ്തു, കിച്ചുവിനെതിരെ ഭയങ്കര വീഡിയോ ഇട്ടു. അപ്പോൾ കിച്ചുവിന് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു, അവരൊരു മിഠായി പോലും മേടിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് ഈ രേണുസുതി പറയുന്നത്. പിന്നെ ഇങ്ങനത്തെ ഒരു പ്രകോപന വീഡിയോ വന്നാൽ രേണുസുതി മറുപടി പറയേണ്ട ആവശ്യമില്ല. ആ മറുപടി പറഞ്ഞതിൻ്റെ അടിയിൽ പോലും രേണുസുതിനോട് മോശമായിട്ട് ആളുകൾ സംസാരിക്കണം. കാരണം രേണുസുതിനോട് ആളുകൾ ഇങ്ങനെ മോശമായിട്ട് പറയാൻ കാരണം രേണുസുതിയുടെ മുൻപത്തെ പല ഇഷ്യൂസുകളും ആയിരിക്കും. എന്തായാലും നമ്മൾക്കൊരു മാന്യതയുടെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവരവരെ വഴിക്ക് വിടുക. അവരോട് നമുക്കൊരു മെൻ്റൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് രേണുസുതി ഇമാതിരി വീഡിയോ ഇട്ടിട്ട് ആളുകളുള്ള സപ്പോർട്ട് കളയരുത് എന്നുള്ളതാണ് പേഴ്സണലി എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഞാനൊന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മുടെ ഈ ഒരു ഫോട്ടോയിൽ കാണുന്ന ഒരു വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയുടെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കാണുന്ന വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തി, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്നുള്ള ചോദ്യം ഉത്തരവാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത്.